KR ഗോപികൃഷ്ണൻ കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. ഗോപികൃഷ്ണൻ, അപ്പോൾ ഈ മുന്നറിയിപ്പ് നിർദ്ദേശങ്ങൾ നേരത്തെ ഉണ്ടായതിൽ നിന്ന് മാറുന്നുണ്ട്. നേരത്തെ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞിരുന്നത് ചെന്നൈ വിമാനത്താവളം ഇന്ന് വൈകിട്ട് 5 മണി വരെ അടയ്ക്കാനായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്ഥിതിഗതികൾ വിലയിരുത്തിയതിന് ശേഷം അത് മാറുകയാണ്. നാളെ പുലർച്ചെ വരെ അടച്ചിടാണ്. അതായത് ഈ കാറ്റിൻ്റെ അതെപ്പോൾ കര തൊടും എന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സഞ്ചാരപാതയിൽ വരുന്ന മാറ്റം, വേഗത്തിൽ വരുന്ന മാറ്റം, അതൊക്കെ ഈ മുന്നറിയിപ്പ് നിർദ്ദേശങ്ങളിലും ഇപ്പോൾ പ്രതിഫലിക്കുന്നുണ്ടല്ലേ KR ഗോപികൃഷ്ണൻ? ഉന്മേഷ്, ഉറപ്പായുമുണ്ട്. കാരണം ഈ ഫിൻജാൾ ചുഴലിക്കാറ്റിന്റെ അപ്രവചനീയ, അതിന്റെ സ്വഭാവത്തിന്റെ സഞ്ചാരപാതയുടെ അപ്രവചനീയതയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ നേരത്തെ ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം പറഞ്ഞിരുന്നത് 5 മണി വരെ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം തൽക്കാലം നിർത്തുമെന്നായിരുന്നു. പിന്നെ അത് 12:30 ഒരു അറിയിപ്പ് വന്നത് 7 മണി വരെ തൽക്കാലം ഈ സ്വകാര്യ സർവീസുകളടക്കം വിമാനത്താവളത്തിൽ ഒരു സർവീസും ഉണ്ടായിരിക്കില്ല എന്നതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചെന്നൈയിൽ നിന്ന് വരുന്ന വിവരം, ചെന്നൈ വിമാനത്താവളം നാളെ പുലർച്ചെ 4 മണി വരെ ഒരു സർവീസും ഉണ്ടായിരിക്കില്ല, അടച്ചിടുന്നു എന്നുള്ളതാണ്. ട്രെയിനുകൾ വഴിതിരിച്ചു വിടുന്നുണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് ഫിൻജാൾ ചുഴലിക്കാറ്റിന്റെ സ്വഭാവം അത് തീരം തൊടുമ്പോൾ, പ്രത്യേകിച്ച് കാരക്കലിനും മഹാബലിപുരത്തിനും ഇടയിൽ പുതുച്ചേരിക്ക് സമീപം മണിക്കൂറിൽ ഏതാണ്ട് 90 കിലോമീറ്റർ വേഗതയിൽ ഈ ചുഴലിക്കാറ്റ് തീരം തൊടും എന്നതാണ് ഇപ്പോഴും നമ്മുടെ മുന്നിൽ ഉള്ള ഒരു ചിത്രം. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നമുക്ക് തരുന്ന വിവരമനുസരിച്ച് 90 കിലോമീറ്റർ വേഗതയിലുള്ള ചുഴലിക്കാറ്റാണ് തമിഴ്നാടിന്റെ തീരത്ത് തൊടാൻ പോകുന്നത് എന്നതാണ്. പക്ഷേ നേരത്തെ അത് 60ഉം 65ഉം ആയിരിക്കും എന്നത് ഇപ്പോൾ 90 കിലോമീറ്റർ എന്നതായിട്ടുണ്ട്. 100 കിലോമീറ്റർ വരെ വേഗതയിലുള്ള ചുഴലിക്കാറ്റ് തീരം തൊട്ടേക്കാം എന്നുള്ള സൂചനകളുമുണ്ട്. ഏതായാലും ഈ ചുഴലിക്കാറ്റിൻ്റെ വരുന്നതിന് മുൻപ് തന്നെ പ്രധാനപ്പെട്ട മേഖലകളിൽ, അതായത് പ്രധാനമായും ചെന്നൈയുടെ വടക്കൻ തീരമേഖലകളിൽ, ജില്ലകളിലൊക്കെ തന്നെ ശക്തമായ കാറ്റും മഴയും അനുഭവപ്പെടുകയാണ്. പ്രത്യേകിച്ച് ചെന്നൈ, തിരുവള്ളൂർ, അതേപോലെ തന്നെ കാഞ്ചീപുരം, കല്ലുറിച്ചി, കടല്ലൂർ, പുതുച്ചേരി ഈ മേഖലകളിലൊക്കെ ശക്തമായ കാറ്റും മഴയും, തുടർച്ചയായി മഴ പെയ്യുന്ന സാഹചര്യമുണ്ട്. ചെന്നൈ നഗരത്തിൽ തുടർച്ചയായ മഴ വെള്ളക്കെട്ട് സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു എന്നതാണ് നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ആശങ്ക. വടക്കൻ തമിഴ്നാട്, പുതുച്ചേരി, തെക്കൻ ആന്ധ്ര ഈ മേഖലകളിൽ, ഈ 3 ഇടങ്ങളിൽ, വടക്കൻ തമിഴ്നാട് മേഖല, ആ ജില്ലകൾ, അതോടൊപ്പം തന്നെ പുതുച്ചേരി, പിന്നെ തെക്കൻ ആന്ധ്രാപ്രദേശ് ഈ മേഖലകളിലാണ് ചുഴലിക്കാറ്റ് റെഡ് മെസ്സേജ്, അതായത് ശക്തമായ ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കാൻ സാധ്യതയുള്ള പ്രദേശം എന്ന മുന്നറിയിപ്പ് നൽകുന്ന ചുഴലിക്കാറ്റ് റെഡ് മെസ്സേജ് നൽകിയിരിക്കുന്നത് വടക്കൻ തമിഴ്നാട്ടിലും അതോടൊപ്പം തന്നെ പുതുച്ചേരിയിലും തെക്കൻ ആന്ധ്ര തീരത്തുമാണ്. പ്രധാനമായും നേരത്തെ മനേഷ് മൂർത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ തീരമേഖലയിൽ കഴിയുന്ന ആളുകൾക്കാണ് കൂടുതൽ ജാഗ്രത ആവശ്യമായിട്ടുള്ളത്. ശക്തമായ കാറ്റിനുള്ള സാധ്യതയുണ്ട്, വലിയ തിരമാലകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തീരപ്രദേശത്തുള്ളവർ കുറച്ച് കൂടുതൽ കരുതലെടുക്കണം. നഗരമേഖലയിൽ കഴിയുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അപകട സാധ്യതാ മേഖലകളിൽ നിന്ന്, ആ പ്രദേശങ്ങളിൽ നിന്ന്, ആ ഇടങ്ങളിൽ നിന്ന് അവർ മാറിപ്പോകണമെന്നുള്ളതാണ്. പെട്ടെന്ന് സഞ്ചരിക്കാൻ കഴിയുന്ന, പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റുന്ന ഇടങ്ങളിലായിരിക്കണം അവർ സുരക്ഷിതരായി ഇരിക്കേണ്ടത്. നേരത്തെ നമ്മുടെ മലയാളികളായി ചെന്നൈയിൽ കഴിയുന്ന സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ തന്നെ അവർക്കൊക്കെ അവിടെ ശക്തമായ കാറ്റ് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ 2 പേർ സംസാരിച്ചതും അവർക്ക് ഇപ്പോൾ മഴ അനുഭവപ്പെടുന്നില്ല, പക്ഷേ ശക്തമായ കാറ്റുണ്ട്. അതുകൊണ്ട് അവർ വീട്ടിനകത്ത് സുരക്ഷിതരായി ഇരിക്കുകയാണ്. ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് മാറേണ്ടതുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ സുരക്ഷിതമായ മേഖലകളിലേക്ക് മാറേണ്ടതുമാണ്. തമിഴ്നാട്ടിൽ ഉടനീളം 2220 ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ ഇതിനോടകം തന്നെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായി തിരുവള്ളൂർ, നാഗപട്ടണം ജില്ലകളിലെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ ഏതാണ്ട് 500 കുടുംബങ്ങളെ ഇതിനോടകം മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് എന്ന വിവരവും വരുന്നുണ്ട്. ഉന്മേഷ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ സ്വഭാവം എന്തായിരിക്കും, ഏത് ഇൻറ്റൻസിറ്റിയിൽ, ഏത് തീവ്രതയിലായിരിക്കും ഈ ചുഴലിക്കാറ്റ് തീരം തൊടുക എന്ന കാര്യത്തിൽ വ്യക്തതയുള്ള ഒരു ചിത്രം ഇപ്പോഴും നമ്മുടെ കൈവശമില്ല. ഇസ്രോയുടെ 2 ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകൾ, 2 കൃത്രിമ ഉപഗ്രഹങ്ങൾ ഫിൻജാൾ ചുഴലിക്കാറ്റിൻ്റെ സഞ്ചാരപാത പിന്തുടരുന്നുണ്ട്. അവർ നൽകുന്ന മുന്നറിയിപ്പുകൾ, ഇപ്പോൾ എക്സ് ഹാൻഡിലുകളിലൂടെ ഇസ്രോ നൽകുന്ന മുന്നറിയിപ്പുകളാണ് ഇതിൻ്റെ വരവ് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നമുക്ക് മുന്നിൽ ഇപ്പോഴുള്ള വിവരം. അതുകൊണ്ട് തന്നെ വൈകാതെ രാത്രിയോട് കൂടിയായിരിക്കും, ഏതാണ്ട് 7-7:30, 8 മണിയോട് കൂടി എന്നാണ് നേരത്തെ പറഞ്ഞത്. ഒരുപക്ഷെ ഇനിയും അത് അല്പം കൂടി വൈകാനുള്ള സാധ്യതയുണ്ട്. ഫിൻജാൾ ചുഴലിക്കാറ്റ് തീരം തൊടുമ്പോൾ സ്വാഭാവികമായും അത് ശക്തമായ കാറ്റും മഴയും കൂട്ടാനാണ് സാധ്യതയുള്ളത്. അത് വെള്ളക്കെട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലൊക്കെ അതീവ ജാഗ്രതയും മുൻകരുതലും ആവശ്യമാണെന്ന ഒരു സന്ദേശം കൂടി നൽകുന്നുണ്ട്. സ്കൂളുകൾക്കൊക്കെ അവധി കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് പുറത്തിറങ്ങേണ്ട സാഹചര്യം ഉണ്ടാകരുത്, അവരെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. സംസ്ഥാന ദുരന്ത നിവാരണ സേനയും കേന്ദ്ര ദുരന്ത നിവാരണ സേനയും ഏത് തരത്തിലുള്ള സാഹചര്യങ്ങളെയും നേരിടാൻ സർവ്വസജ്ജമായി തന്നെ നിൽക്കുന്നുണ്ട്. നേരത്തെ ATMൽ കാശ് എടുക്കാൻ വേണ്ടി പോയ ഒരാൾ ഷോക്കേറ്റ് മരിച്ചൊരു വിവരം നമുക്ക് നേരത്തെ നമ്മുടെ മുന്നിൽ വന്നിരുന്നു. ഒരുപക്ഷെ ഇത്തരം അപകട സാധ്യതകളുള്ള പ്രദേശങ്ങളിലേക്ക്, ഇടങ്ങളിലേക്ക് ഈ ചുഴലിക്കാറ്റ് ഭീഷണി